ഒരു സൈക്കിൾ മാത്രം ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് 10-30 ബസ്സുകളും ഈ കാണുന്ന വണ്ടികളും എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ട്രൂ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ ഗിരിയേട്ടൻ. വണ്ടിപ്രാന്തൻ എന്ന് പറഞ്ഞ അസല് വണ്ടിപ്രാന്തൻ. നിങ്ങൾ ഇതിന്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളും നോക്കിയേ. 9ന്റെ കളിയാണ് മൊത്തം എടുത്തേക്കുന്ന മിക്ക ബസ്സും അതും 9. പണ്ടൊരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ സൈക്കിൾ വേണമെന്നുള്ള ആഗ്രഹം അത് നമ്മളെ ഇങ്ങനെ മനസ്സിൽ ഇട്ട് വണ്ടികളോടുള്ള ഇഷ്ടം കൂടി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല, വണ്ടിയും പരിപാടിയും കാര്യങ്ങളായിട്ട് പോവാണ് എന്നും പറഞ്ഞിറങ്ങി. അന്ന് മുതലുള്ള കഷ്ടപ്പാട്. 18 വയസ്സും 2 മാസമായപ്പോൾ ദുബായിക്ക് പോയ ആളെ. അന്ന് മുതൽ കഷ്ടപ്പെടണം, എവിടെങ്കിലും എത്തണം, നേടണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറെ വണ്ടികൾ എടുക്കണം, കുറെ വണ്ടികൾ സമ്പാദിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ എന്തൊരു കാര്യത്തിലേക്ക് വരുമ്പോഴും നേരും നെറിയും നമ്മൾ അധ്വാനിക്കാൻ നമുക്കൊരു മനസ്സും നല്ലൊരു മനസ്സും 10 പേരെ സഹായിക്കാനുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ടായാൽ തന്നെ ഉറപ്പായിട്ടും നമ്മൾ എവിടെയെങ്കിലും സക്സസ് ആവും. തീർച്ചയായിട്ടും ലൈഫ് സക്സസ് ആവും. ഉറപ്പ്. അതിനകത്ത് ഒരു സംശയവും വേണം. നമുക്ക് എത്ര ബസ്സുണ്ട്? 27 ബസ്സുണ്ട്. 27 ടോട്ടലി 27 ബസ്. അനീഴം ബ്രാൻഡിന്റെ ഫൗണ്ടറാണ് ഗിരീഷ് ചേട്ടൻ. ഗിരീഷ് ചേട്ടൻ, നമുക്ക് ഇവിടെ ഇപ്പൊ ഏതൊക്കെ വണ്ടിയുണ്ട്? ഇവിടെ ഇപ്പൊ നമുക്ക് 2 LC ഉണ്ട്, വെലാറ് കിടപ്പുണ്ട്, പിന്നെ അംബാസിഡർ. ഇത് ഫുള്ള് പണ്ടത്തെ ആഗ്രഹം വെച്ച് പണിത് അത്ര ഇതായിട്ട് പിൻ വർക്ക് ചെയ്ത ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഫുള്ള് ഒന്നേന്ന് പണി തുടങ്ങി ആക്കിയേക്കുന്ന വണ്ടിയാണ്. പിന്നെ മെർസഡീസ് ഉണ്ട്, പിന്നെ താർ എല്ലാവരുടെയും ഒരു വികാരം. ശരിക്കും വർക്ക് ചെയ്ത വണ്ടിയാണ്. നല്ല അത്യാവശ്യം നല്ല ഹെവി വർക്ക് ചെയ്തു. പിന്നെ ഫോർച്യൂണർ, ഇന്നോവ. നമുക്ക് ദുബൈയിൽ ഏതൊക്കെ വണ്ടിയാണ്? ദുബായിൽ നമ്മുടെ G-Wagon ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, റേഞ്ച് റോവർ ഉണ്ട്. ഇല്ലാത്തായിട്ടൊന്നുമില്ല, എല്ലാ സാധനവും ഗിരീഷ് ചേട്ടന്റെ കയ്യിലുണ്ട്. എനിക്കൊരു 10-20 വയസ്സുള്ള കുട്ടികളോട് പറയാനുള്ള ഒരൊറ്റ കാര്യവും, ജീവിതത്തിൽ ചെറിയ പ്രായമാണ്, ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്തോളൂ. പണം ഉണ്ടാക്കാനുള്ള കാര്യമുണ്ട്. പണം ഉണ്ടെങ്കിൽ ബന്ധങ്ങള്, എല്ലാ കാര്യങ്ങളും നമ്മളെ തേടി ഇങ്ങോട്ട് വന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ, എല്ലാം നമ്മളെ തേടി ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്നു. അത്രേ ഉള്ളൂ ഒരു ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും അതാണ്.